നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. പതിനാറടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. പറവണ്ണ ബദാം ബീച്ചിനെ ഹരിത ടൂറിസം ബീച്ചായി പ്രഖ്യാപിച്ചു. മുൻഗണനാ കാർഡ് EKYC മസ്റ്ററിംഗ്. വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ 2025 പച്ചാട്രി PINMSA UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഒരുമിച്ചിരിക്കാം ഒത്തിരി പറയാം എന്ന പേരിൽ സംഘടിപ്പിച്ച ബാലസഭ കുട്ടികൾക്കും അമ്മമാർക്കും വേറിട്ട അനുഭവം പങ്കുവച്ചു. വിശദമായ വാർത്തകൾ. തിരൂരിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരകം മയക്കുമരുന്നിനത്തിൽ ഉൾപ്പെട്ട MDMAയുമായി യുവാവിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ ലഹരിക്കെതിരെ കർശന നിലപാടെടുക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക നിഗമനം. മാങ്ങാട്ടിരി സ്വദേശിയായ മാച്ചാലിൽ ധനുഷ് രാജിനെയാണ് 80 ഗ്രാം MDMAയുമായി മാങ്ങാട്ടിരി ഭാഗത്ത് വെച്ച് ബുധനാഴ്ച വൈകുന്നേരം പോലീസ് പിടികൂടിയത്. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക നിഗമനം. തിരൂർ പോലീസ് 10 ദിവസം മുമ്പ് 45 ഗ്രാം MDMAയുമായി 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. തിരൂർ DYSP E. ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് KJ, സബ് ഇൻസ്പെക്ടർ സുജിത് RP സീനിയർ, സബ് ഇൻസ്പെക്ടർ സുജിത് RP, സീനിയർ CPO അരുൺ, CPOമാരായ സതീഷ് കുമാർ, ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെട്ടം ന്യൂസ്, തിരൂർ. വ്യത്യസ്ത ദിവസങ്ങളിൽ 2 ഇടങ്ങളിൽ നിന്നായി 2 പെരുമ്പാമ്പിനെ പിടികൂടി. TDRF വോളണ്ടിയർമാരായ സലാം അഞ്ചുടിയും ഷെഫീഖ് ബാബുവും. ബുധനാഴ്ച ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം മങ്ങീരി സേതുനാഥിന്റെ വീടിന്റെ മുൻവശത്താണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. ഏകദേശം 16 അടിയോളം നീളം വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. വൈകിട്ട് 7 മണിയോടുകൂടി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വാർഡ് കൗൺസിലർ ദിബീഷ് വിവരമറിയിച്ചതനുസരിച്ച് TDRF വളണ്ടിയർമാരായ സലാം അഞ്ചുടി, ഷെഫീഖ് ബാബു എന്നിവർ ഉടൻ സ്ഥലത്തെത്തി സാഹസികമായി പിടികൂടുകയായിരുന്നു. പാമ്പിനെ ഫോറസ്റ്റിന് കൈമാറും. ഇന്ന് വൈകുന്നേരം അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സാധാരണ വരുന്ന തറവാട്ടിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയാണ്. അത് കഴിഞ്ഞ് മുന്നിലെ വഴിയിലെത്തിയ സമയത്ത് വലിയൊരു പെരുമ്പാമ്പിനെ കണ്ടു. അറിയിച്ചു. അതിന് ശേഷം വാർഡ് മെമ്പർ അവരെ പാമ്പ് പിടുത്തക്കാരെ കൊണ്ടുവന്നിട്ട് അത് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കാട്ടിലങ്ങാടി റോഡിൽ കാരുണ്യ ട്രസ്റ്റിന്റെ പരിസരത്ത് നിന്നും ഏകദേശം 12 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ ഇവർ പിടികൂടി ഫോറസ്റ്റിന് കൈമാറിയിരുന്നു. TDRF വോളണ്ടിയർമാരായ സലാം, ബാബു എന്നിവരെ ബന്ധപ്പെടുകയും അവരെ അതിസാഹസികമായി അതിനെ പിടിക്കുകയും അതിനെ പിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് യാതൊരു അപായങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇത് വളരെ ഭംഗിയായി അവരതിനെ പിടിച്ചതും വളരെ നന്ദി അറിയിക്കുന്ന കാര്യമാണ്. ആയതിനാൽ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് വെട്ടം ന്യൂസ്, താനൂർ. പറവണ്ണ ബദാം ബീച്ചിനെ ഹരിത ടൂറിസം ബീച്ചായി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഭാഗമായി ബീച്ചിൽ ടോയ്ലറ്റ് കോംപ്ലക്സ്, സോളാർ വിളക്കുകൾ, ഇരിപ്പിടങ്ങൾ, മാലിന്യം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയൊരുക്കും. അത് ആ ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. നമുക്കറിയാം, മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും
ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഓരോ പഞ്ചായത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും വെട്ടം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും സംയുക്തമായി നടത്തിയ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. ഹരിത സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. മലയാളം സർവകലാശാല വിദ്യാർത്ഥികൾ ശുചിത്വ സന്ദേശമുയർത്തി തെരുവു നാടകവും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ടി ഇസ്മായിൽ, വി തങ്കമണി, നാസർ പി ഉസ്മാൻ, റിയാസ് ബാബു, ആയിഷ, ഇർഫാന, ശങ്കരനാരായണൻ, എം ബഷീർ, മൊയ്തീൻകുട്ടി, ടി വി ഫാസിൽ, ജയൻ, സാന്ദ്ര എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് പറവണ്ണ. മുൻഗണനാ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ KYC മസ്റ്ററിംഗ് തിരൂർ താലൂക്കിൽ ഒക്ടോബർ 3 മുതൽ 8 വരെ റേഷൻ കടകളിൽ വെച്ച് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടത്തും. തിരൂർ താലൂക്കിൽ ഒക്ടോബർ 3 മുതൽ 8 വരെ റേഷൻ കടകളിൽ വെച്ച് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടത്തും. കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ സഹിതമെത്തി മസ്റ്ററിംഗ് നടത്തണം. ഗുരുതര രോഗം ബാധിച്ച് കിടപ്പിലായവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുമെന്ന് തിരൂർ സപ്ലൈ ഓഫീസർ അറിയിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ 2025 പച്ചാട്ടി PNMSA UP സ്കൂളിൽ മണ്ഡലം പ്രസിഡന്റ് NT വാസുവിന്റെ അധ്യക്ഷതയിൽ നടന്നു. ഉദ്ഘാടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് നിർവഹിച്ചു. പച്ചാട്ടി PANMS AUP സ്കൂളിൽ മണ്ഡലം പ്രസിഡന്റ് NT വാസുവിന്റെ അധ്യക്ഷതയിൽ നടന്നു. ജില്ലാ ക്യാമ്പ് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തിരൂർ നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പുകൾ കഴിഞ്ഞ് പിന്നെ ജില്ലയുടെ മണ്ഡലത്തിന്റെ ക്യാമ്പുകളാണ്. അത് പല ഭാഗത്തും നടന്നു കഴിഞ്ഞ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വെട്ടത്തും ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാർഡ് ജയിക്കാൻ കഴിയൂ. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ കഴിയും. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തൃശൂർ പാർലമെന്റിൽ BJP വിജയിച്ചത് എങ്ങനെയാ? BJPയും CPM ഉണ്ടാക്കിയ, പിണറായി വിജയനും നരേന്ദ്രമോദിയും ഉണ്ടാക്കിയ പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ടാണ്. പാലക്കാട്, പൊന്നാനി, ആലത്തൂർ, ചാലക്കുടി മണ്ഡലത്തിലെ BJPക്കാരെ ബോധപൂർവം തൃശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് വാടക വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ട് കള്ളവോട്ട് ചെയ്താണ് BJPക്ക് സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാനുള്ള അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തത്. വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാക്കാൻ കഴിയും. പല മേഖലയിലും CPM വിജയിക്കുന്നത് കള്ളവോട്ടിന്റെ പിന്തുണയോടുകൂടിയാണ്. ഇരട്ട വോട്ടുകളാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം നമ്മൾ തിരിച്ചു പിടിച്ചത് അവിടെ ഇരട്ട വോട്ടുകൾ CPM-നെ കണ്ടെത്താനും അത് തള്ളിക്കളയാനും നമുക്ക് കഴിഞ്ഞുകൊണ്ടാണ്. എല്ലായിടത്തും CPM വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കും. അതിന് നേരിടാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മളുടെ പ്രദേശത്തെ വോട്ടർ പട്ടിക നമ്മൾ മനഃപ്പാഠമാക്കുക. മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് P നസറുള്ള നിർവഹിച്ചു. ദാസിൻ വള്ളിക്കുന്നത്ത് ക്ലാസ് എടുത്തു. ഷിജു വെട്ടം സ്വാഗതവും, യാസിർ പൊട്ടച്ചോല, ഷാജി പാച്ചേരി, മഹർഷ കളരിക്കൽ ആശംസ അർപ്പിച്ചു. അവര് നൽകുന്ന പ്രപ്പോസലാണ് ഏറെക്കുറെ സ്വീകരിക്കാൻ സാധ്യത. എങ്കിലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ വസ്തുനിഷ്ഠമായി പഠിച്ച് നമ്മുടേതായിട്ടുള്ള നിലവിലുള്ള ജനസംഖ്യ ആനുപാതികമായിട്ടുള്ളതും അതേപോലെ തന്നെ ഓരോ വാർഡുകളുടെയും അത് വെട്ടുന്ന തരത്തിൽ റോഡും തോടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് പുനർനിർണയിച്ച് നല്ല തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപോരാട്ടങ്ങളുമായിട്ട് നമുക്കത്. മുക്കാട്ടിൽ അലിക്കുട്ടി, കൃപാധരൻ, ഇസ്മായിൽ, കുമാരൻ, സിന്ധു മുക്കാട്ടിൽ, ഫാത്തിമ KT, സുലൈമാൻ, ചന്ദ്രൻ പച്ചാട്രി എന്നിവർ സംസാരിച്ചു. മുകുന്ദൻ പടാട്ടിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെട്ടം. ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം തിരൂർ നഗരസഭ താഴേപ്പാലം വാർഡിൽ 2 നടന്ന ബാലസഭ കുട്ടികൾക്കും അമ്മമാർക്കും വേറിട്ട അനുഭവം പങ്കുവച്ചു. തിരൂർ താഴേപ്പാലം ഇക്കിഗൈ നെസ്റ്റിൽ നടന്ന പരിപാടി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. 45 വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഒരു കുടുംബമായി ഈ കൂട്ടം ഒരുമിച്ചപ്പോൾ പഴയ ഓർമ്മകൾ പുതുക്കിയ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. ഇബ്രാഹിംകുട്ടി ചേന്നര സ്വാഗതം പറഞ്ഞു. R മുഹമ്മദ് ബഷീർ യോഗം നിയന്ത്രിച്ചു. ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. രമയുടെ മനോഹരമായ ഗാനങ്ങൾ പ്രിയ കൂട്ടുകാർക്ക് സംഗീതത്തിന്റെ ഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. പക്ഷി
നിർവ്യാജ സ്നേഹത്തോടെ സംഗമം ഉൾക്കൊണ്ട 80 പേർ തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ അതൊരു മനസ്സു നിറയ്ക്കുന്ന കാഴ്ചയായി മാറി. ആ ബാച്ചിലെ 148 പേരിൽ 140 പേരാണ് ഗ്രൂപ്പിന്റെ ഭാഗമായി നിലനിൽക്കുന്നത്. തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഇടം കണ്ടെത്താൻ ഇന്നും തയ്യാറാണെന്ന് തെളിയിക്കുന്നു. ഈ വിപുലമായ കൂട്ടായ്മയിൽ പങ്കാളികളായ എല്ലാവരും കുട്ടിക്കാലം അതിന്റെ നിറവുകൾക്കൊപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തി. എല്ലാ സംഘാടക മികവും അതിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന ചന്ദ്രശേഖരൻ, കൃഷ്ണകുമാർ, ശിവദാസൻ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഓർമ്മകളുടെ തീരത്തേക്ക് കൂട്ടുകാരെ തിരിച്ചെത്തിച്ച ഈ സംഗമം എല്ലാവർക്കും ഒരുപാട് സന്തോഷം പകർന്നു. യോജിപ്പിന്റെ സുന്ദരമായ പ്രതീകമായ ഈ സംഗമം 45 വർഷത്തെ ദൂരങ്ങൾ മറികടന്ന് പരിചയമുറ്റി പങ്കുവച്ച ഹൃദയബന്ധത്തിന്റെ ഗാഥയാണ്. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.